ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മെറ്റീരിയൽ കൺട്രോളിലെ ലെവൽ സെറ്റിങ്ങിൽ ടെക്നിക്കായ ലെവൽ സെറ്റിങ്ങിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് രണ്ട് മെറ്റീരിയൽസിൻ്റെ ഡാറ്റ തന്നുണ്ട്. മെറ്റീരിയൽസിൻ്റെ എക്സും വൈയും. എക്സിൻ്റെ റിയോർഡർ ലെവൽ, മിനിമം ലെവൽ, മാക്സിമം ലെവൽ, മിനിമം ലെവൽ, ആവറേജ് ലെവലാണ്. അതുപോലെ വൈഡയും നമുക്ക് ഫോർമുലയൊക്കെ സെയിം തന്നെയാണ്. നമുക്ക് വരുന്ന ഡാറ്റയിൽ ചെറിയ വ്യത്യാസമാണ്. അപ്പോൾ ആ വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അതിൽ പ്രോബ്ലം നമ്പർ 3. Two components of x and y are used as follows. Normal usage 700 units per week. Then maximum usage 900 units per week. Minimum usage 500 units per week. അപ്പോൾ നോർമൽ, മാക്സിമം, മിനിമം. ദെൻ റീഓർഡർ ക്വാണ്ടിറ്റി എക്സ് 5200 യൂണിറ്റ്സ്, വൈ 700 യൂണിറ്റ്സ്. റീഓർഡർ പീരീഡ് എക്സ് 3 to 5 വീക്സ്, വൈ 2 to 4 വീക്സ്. ഇങ്ങനെയാണ് നമുക്ക് ചോദിച്ചിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റീഓർഡർ ലെവൽ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഡാറ്റ കംപ്ലീറ്റ് ഉണ്ടോ നോക്കണം. നോർമൽ യൂസേജ് ഉണ്ട്, നോർമൽ കൺസംഷനാണ് നോർമൽ യൂസേജ്. മാക്സിമം യൂസേജ് ഉണ്ട്, മിനിമം യൂസേജ് ഉണ്ട്. റീഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്, റീഓർഡർ പീരീഡ് ഉണ്ട്. പക്ഷേ നോർമൽ റീഓർഡർ പീരീഡ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആവറേജ് റീഓർഡർ പീരീഡ് കണ്ടുപിടിക്കേണ്ടി വരും. ആവറേജ് റീഓർഡർ പീരീഡ് എക്സിൻ്റെയും വൈഡും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നോർമൽ റീഓർഡർ പീരീഡ് എക്സിൻ്റെ. ഓക്കെ, എക്സിൻ്റെ മാക്സിമം പീരീഡ് എത്രയാണ് നോക്കാം. എക്സിൻ്റെ മാക്സിമം പീരീഡ് എത്രയുണ്ട്? എക്സിൻ്റെ മാക്സിമം പീരീഡ് 5 ആണ്. അപ്പോൾ 5 പ്ലസ് 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 + 3 8 ഡിവൈഡഡ് ബൈ 2 ആവറേജ് അങ്ങനെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5 മുതൽ 8/2, 8/2 4 വീക്സാണ് നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാം. 4 വീക്സ് എഴുതാം. ആ റീഓർഡർ പീരീഡാണ്, നോർമൽ റീഓർഡർ പീരീഡാണ് എക്സിൻ്റെ. ഇനി ഇതുപോലെ വൈഡ് നോക്കാം. വൈഡ് നോക്കുമ്പോൾ വൈഡ് നമുക്ക് 2 to 4 വീക്സ് ആണ്. അപ്പോൾ അതിൽ മാക്സിമം വരുന്നത് 4 ആണ്, മിനിമം എത്ര വരുന്നത്? 2 ആണ്. മിനിമം 2 വരുന്നു. അപ്പോൾ അത് രണ്ടും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അവർ 4 × 6, 6/2 3 വരും. അപ്പോൾ ഈക്വൽസ് 3 വീക്സ്. 3 വീക്സ് ആണ് അവിടെ വരുന്നത്. 3 വീക്സ്. അപ്പോൾ രണ്ടിൻ്റെയും നോർമൽ റീഓർഡർ പീരീഡായി. നോർമൽ ഇവിടെ നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചു, വേറെ ഒരു വഴിയില്ല ചെയ്യാനായിട്ട്. ഇനി നമുക്ക് റീഓർഡർ ലെവൽ കാണണം. മാക്സിമം കൺസംഷൻ ടു മാക്സിമം റീഓർഡർ പീരീഡ്. അപ്പോൾ എക്സിൻ്റെ മാക്സിമം കൺസംഷൻ എന്ന് പറയുന്നത് 900 ആണ്. 900 ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് 5 ആണ്. അപ്പോൾ 9×5 4500 യൂണിറ്റാണ്. 4500 യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഈക്വൽസ് എന്ന് അടിച്ചേക്കാം. ഈക്വൽസ് 4500 യൂണിറ്റ്സ്. ഓക്കെ, 4500 യൂണിറ്റ്സ് ആണ് അവിടുത്തെ റീഓർഡർ ലെവൽ. രണ്ടാമത്തെ റീഓർഡർ ലെവൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ കൺസംഷൻ മാക്സിമം എത്രയാണ്? അത് 900 തന്നെയാണ്. 900 തന്നെയാണ് മാക്സിമം റീഓർഡർ പീരീഡ്. അവിടുത്തെ റീഓർഡർ പീരീഡ് എത്രയാണ്? വൈയുടെ മാക്സിമം എത്ര വരുന്നു? 4 വരുന്നു. അപ്പോൾ എക്സിൻ്റെ മാക്സിമം പീരീഡ് വരുന്നത് 5 ആണ്. വൈയുടെ മാക്സിമം പീരീഡ് 4 ആണ്. അപ്പോൾ 900 × 4 36 3600 യൂണിറ്റ്സ്. 3600 യൂണിറ്റ്സ്. അപ്പോൾ റീഓർഡർ ലെവലായി 4500 3600. ഓക്കെ, ഇനി മിനിമം ലെവൽ കാണണം. റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ടു നോർമൽ റീഓർഡർ പീരീഡ്. അപ്പോൾ എക്സിൻ്റെ റീഓർഡർ ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു 4500. ഓക്കെ, അതിൽ നിന്ന് കുറയ്ക്കണം. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ നോർമൽ കൺസംഷൻ പറയുന്നത് എത്ര? 700 ആണ്. നോർമൽ കൺസംഷൻ 700 ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. അതല്ല നമ്മൾ മിനിമം ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചത്. അവർ എത്രയായിരുന്നു? ആദ്യത്തേൻ്റെ 4, രണ്ടാമത്തേൻ്റെ 3. അപ്പോൾ 700 × 4 എന്ന് പറയുമ്പോൾ 7×4 28. 2800 യൂണിറ്റ് നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 4500 നിന്ന് എത്ര കുറയ്ക്കണം? 7×4 28. 2700 കുറയ്ക്കണം. 2700 കുറയ്ക്കുമ്പോൾ 1700 വരും. 1700 വരും. ഈക്വൽസ് 1700 യൂണിറ്റ്സ്. 1700 യൂണിറ്റ്സ് ഈക്വൽസ് അവിടെ. ദെൻ വൈയുടെ എത്രയെന്ന് പറയുമ്പോൾ 3600 ആണ് വരുന്നത്. 3600 മൈനസ് അവിടുത്തെ പറയുന്നത് 3600 മൈനസ് 700 ഇൻറ്റു 700 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 700 ആണ് നോർമൽ കൺസംഷൻ. 700 വരുന്നത്. നോർമൽ കൺസംഷൻ 700 ഇൻറ്റു അവിടുത്തെ റീഓർഡർ പീരീഡ് നമ്മൾ 3 ആണ് കണ്ടുപിടിച്ചത്. 3 എന്ന് പറയുമ്പോൾ ആ 3 നമുക്ക് 721. 3600 നിന്നും 700 × 3 മൈനസ് ചെയ്യുന്നു. ആവറേജ് റീഓർഡർ പീരീഡ് 3 അല്ലേ? 721 2100 കുറയ്ക്കും. അപ്പോൾ 1500 വരുന്നു. 1500 യൂണിറ്റ്സ്.
മാക്സിമം ലെവൽ എന്ന് പറയുന്നത് റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ടു മിനിമം റീഓർഡർ പീരീഡ്. അപ്പോൾ റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി, റീഓർഡർ ലെവൽ 4500 എക്സിൻ്റെ, അതിൻ്റെ റീഓർഡർ പീരീഡ് റീഓർഡർ ക്വാണ്ടിറ്റി 4500 പ്ലസ് 5200 ഓക്കെ, മൈനസ് നോർമൽ കൺസംഷൻ ടു നോർമൽ റീഓർഡർ പീരീഡ് ഇല്ലേ, അങ്ങനെയല്ല നമ്മൾ ഇതിനെ മിനിമം റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ടു മിനിമം റീഓർഡർ പീരീഡ്. മിനിമം 500 ആണ്, മിനിമം 500. ഓക്കെ, അപ്പോൾ 500 നമ്മൾ 500 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. മിനിമം റീഓർഡർ പീരീഡ് എത്ര? 3 ആണ്. എക്സിൻ്റെ മിനിമം റീഓർഡർ പീരീഡ് 3. അത് നമ്മൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര വരും? ആൻസർ എത്ര വരും? 4500ഉം 5200 കൂടി കൊണ്ട് 5 4 9 9700 9700 മൈനസ് 3 × 5 15 1500. അപ്പോൾ എത്ര വരും? 9700 നിന്ന് 4 5 4 9 9700 നിന്ന് 1500 കുറയ്ക്കാം. 9700 മൈനസ് 1500. അപ്പോൾ എത്ര വരും? 8200 വരും. 8200 വരും. 8200 വരും. 8200 യൂണിറ്റ്സ്. 8200 യൂണിറ്റ്സ്. അതുപോലെ വൈഡ് നോക്കാം. വൈഡ് റീഓർഡർ ലെവൽ എത്ര? വൈഡ് റീഓർഡർ ലെവൽ 3600 പ്ലസ് വൈഡ് റീഓർഡർ ക്വാണ്ടിറ്റി അത് ചോദ്യത്തിലുണ്ട് 7000 7000 മൈനസ് അവിടുത്തെ എന്താ? മിനിമം കൺസംഷൻ ടു മിനിമം റീഓർഡർ പീരീഡ്. മിനിമം കൺസംഷൻ 500 അല്ലേ? 500 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 2 ആണ്. മിനിമം റീഓർഡർ പീരീഡ് 2. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 3500 ഇൻറ്റു 2 അപ്പോൾ 7 3 10 10600 മൈനസ് 2 × 5 1000. ഓക്കെ, 2 × 5 1000 നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഈക്വൽസ് എത്രയാണ്? ഈക്വൽസ് 10600 നിന്ന് 1000 കുറയുമ്പോൾ 9600 9600 വരും. ഇതാണ് നമ്മുടെ മാക്സിമം ലെവൽ കേട്ടോ. മാക്സിമം ലെവൽ 10600 മൈനസ് 1000 ഈക്വൽസ് 500. നോർമൽ, അതായത് നമുക്ക് തന്നിരിക്കുന്ന മാക്സിമം ലെവലിൽ മിനിമം കൺസംഷൻ ടു മിനിമം റീഓർഡർ പീരീഡ്. മിനിമം കൺസംഷൻ എത്രയാണ്? മിനിമം കൺസംഷൻ 500 ആണ്. ഇവിടെ 500 ആണ് മിനിമം കൺസംഷൻ. 500 ഇൻറ്റു 2 500 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് 500 ഇൻറ്റു 3. ഓക്കെ, 500 ഇൻറ്റു 3 500 ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ 1500 കുറച്ച് ഇവിടെ 1000 കുറച്ച് 9600. ഇനി ആവറേജ് ലെവൽ കാണണം. ആവറേജ് ലെവൽ കാണാനുള്ള ഫോർമുല എന്താ? ആവറേജ് ലെവൽ കാണാനുള്ള ഫോർമുല നമുക്ക് നോക്കുമ്പോൾ മിനിമം ലെവൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. മിനിമം ലെവൽ എത്രയായിരുന്നു? മിനിമം ലെവൽ നോക്കാം നമുക്ക്. 1700ഉം 1500 ആണ്. 1700. ഓക്കെ, 1700 ഒരു കോമേറ്റിൽ 7 1700 പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി ആണ്. ഹാഫ് ഇൻറ്റു റീഓർഡർ ക്വാണ്ടിറ്റി എത്ര? 5200 ആണ് റീഓർഡർ ക്വാണ്ടിറ്റി. 5200. അപ്പോൾ 5200ൻ്റെ ഹാഫ്. അപ്പോൾ 1700 പ്ലസ് 1700 ഒന്ന് അടിക്കാം. 1700 പ്ലസ് 5200ൻ്റെ പകുതി. 5200ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ബൈ 2 2600 രണ്ടും കൂടി കൂട്ടാം. 2600 പ്ലസ് 1700 പ്ലസ് 1700 2600 പ്ലസ് 1700. ഓക്കെ, ഈക്വൽസ് 4300 വരും. 713 4300. ഓക്കെ, ഇതാണ് നമ്മുടെ ഡാറ്റ തന്നിരിക്കുന്നത് കേട്ടോ. ഇനി അതുപോലെ നമ്മൾ വൈഡേയും നമ്മൾ ആവറേജ് ലെവലാണ്. വൈഡ് നമുക്ക് മിനിമം ലെവൽ എത്രയാണ്? 1500 എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഒക്കെ ഒന്നുകൂടി നോക്കാം. 1500 ആണ് വൈഡ്. 1500 ഒരു വർഷത്തെ എസ് ഉണ്ടത്. ഇത് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. ചിലപ്പോൾ ബാക്കി ഇതൊക്കെ കിട്ടും, നമുക്ക് എസ് ആയിട്ട് കിട്ടും. അപ്പോൾ 1500 പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി. ഹാഫ് നമ്മൾ എഴുതാൻ പോകുന്നു. രണ്ടാമത്തിൻ്റെ റീഓർഡർ ക്വാണ്ടിറ്റി എത്ര? 700 ആണ്. 700 അല്ല 7000 7000. ഓക്കെ, 7000ൻ്റെ പകുതി 3500 വരും. അപ്പോൾ 1500 പ്ലസ് 3500 1500 പ്ലസ് 3500 രണ്ടും കൂടി കൂട്ടുമ്പോൾ 3 4 4 5 5000 വരും. 5000 വരും. 5000 യൂണിറ്റ്സ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. എന്തൊക്കെ ഉണ്ട്? ആവറേജ് ലെവലുണ്ട്, ദെൻ മാക്സിമം ലെവലുണ്ട്, മിനിമം ലെവലുണ്ട്, റീഓർഡർ ലെവലുണ്ട്. ദെൻ അതിനിടയ്ക്ക് നമ്മൾ നോർമൽ റീഓർഡർ പീരീഡ് കണ്ടുപിടിച്ചു. ആവറേജ് എടുത്താണ് കണ്ടുപിടിച്ചത്. അതാണ് പ്രോബ്ലം നമ്പർ 3. ഓക്കെ, താങ്ക് യു.